എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 10 കിലോമീറ്റർ മാറി പൂക്കാട്ടുപടിയിൽ ഒരു മനോഹരമായിട്ടുള്ള വീട് 4.25 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഇത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീടിൻ്റെ മതിൽ തുടങ്ങുകയാണെങ്കിൽ സിമ്പിൾ ഡിസൈനാണ് മതിലിന് നൽകിയിരിക്കുന്നത്. താഴെ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ റോഡിലേക്ക് വരികയാണെങ്കിൽ 4 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. 5 മീറ്റർ വിട്ടുള്ള കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 2 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള കാർ പോർച്ചാണ് ഇത്. ഇവിടെയായിട്ട് ഒരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് ലഭ്യമാണ്. താഴത്തായി കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇടയിലായി സിന്തറ്റിക് ഗ്രാസും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. നല്ല മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 പാളിയുടെ ഒരു ജനാലയും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡോറും ജനലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കുഡിലാണ്. ഇവിടെയായി 2 പാളിയുടെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നു. ഹാൻഡിൽ നല്ല മനോഹരമായിട്ടും ഈ മെയിൻ ഡോറിൽ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനാല നൽകിയിരിക്കുന്നു. ഇവിടെയും 3 പാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. മോട്ടോർ വർക്കുകളാണ് ജനലിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു TV യൂണിറ്റും അടിയിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും ചെയ്തിരിക്കുന്നു. ലിവിംഗ് സ്പേസിനോട് തൊട്ടടുത്താണ് ഡൈനിങ് റൂം. 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് റൂം. ഇവിടെയായി 4 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയായി വാഷ് ബേസിൻ. ഇവിടെയായി പില്ലർ ടാപ്പ്. മുകളിലായി LED ലൈറ്റും മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി കൗണ്ടർ ടോപ്പ്. ഇവിടെയായി ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും ചെയ്തിരിക്കുന്നു. ഡൈനിങ് റൂമിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ. ഇവിടെയായി ആർക്കി ഡ്രൈവും നൽകിയിരിക്കുന്നു. ഇവിടെയായി ക്രോക്കറി ഷെൽഫും പാത്രങ്ങൾ വെക്കാൻ നൽകിയിരിക്കുന്നു. ഇവിടെയായി ചെറിയ ഡിസൈനും ഇവിടെ നൽകിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. മുകളിലായി കുറേ ഷെൽഫുകളും താഴെയും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായി ഒരു മനോഹരമായിട്ടുള്ള സിങ്ക് വരുന്നുണ്ട്. മുകളിലായി ടാപ്പും. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഇവിടെയാണ് ഈ വീടിൻ്റെ കിണർ വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 1ാമത്തെ ബെഡ്റൂമാണിത്. 2ാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് 1ാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി നല്ല വിശാലമായിട്ടുള്ള കുറേ സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബും ഈ വീടിന് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഫൈബറിലാണ് ഡോർ വരുന്നത്. ഇവിടെയായി തേക്കുഡിൻ്റെ ഒരു ഡിസൈനും നൽകിയിട്ടുണ്ട്. ഇവിടെയായി ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെയായി ക്ലോസറ്റ്. ഈ ഭാഗത്തായിട്ടാണ് ഷവറും വരുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ തന്നെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെയാണ് ക്ലോസറ്റ്. ഡൈനിങ് റൂമിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് വരുന്നത്. ഇവിടെയായി സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഫുഡ് ലാമ്പുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയായി ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇടയിലായി ഗോൾഡൻ സ്ട്രിപ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം.
സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായി 7 പർഗോളങ്ങൾ നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി 4 പാളിയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ടെക്സ്ചർ വർക്കും കാണാം. ഇവിടെയായി അടിയിലായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല വിശാലമായിട്ടുള്ള 1ാമത്തെ ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി 2 പാളിയുടെ ഒരു ജനലും നൽകിയിട്ടുണ്ട്. അവിടെയും 2 പാളിയുടെ ഒരു ജനലും കാണാം. ഇവിടെയായി നല്ല സ്റ്റോറേജ് സ്പേസുള്ള ഒരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയായി മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയായി ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെയായി ഒരു ക്ലോസറ്റും കാണാം. ഇവിടെയായി ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. ഇത്രയും നേരം കണ്ടതിനും ഏറ്റവും വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത്. ഇവിടെ മനോഹരമായിട്ടുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ഇരിക്കാനുള്ള സ്പേസും കാണാം. ഇവിടെയായി ഒരു ഡ്രസ്സിങ് റൂമും നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെയായി ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും കാണാം. ഇവിടെയായി വാഷ് ബേസിനും ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെയായി ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലാണ്. ഇവിടെയായി ഗ്രിപ്പുള്ള ടൈലും നൽകിയിട്ടുണ്ട്. ഇവിടെയായി ഒരു വാഷിംഗ് മെഷീൻ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടും ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഇവിടെ ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കാണ് പില്ലറിൽ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. നല്ല ഓപ്പൺ സ്പേസ്, നല്ല വിശാലമായിട്ടുള്ള ഓപ്പൺ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 100 മീറ്ററാണ്. ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 10 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്നും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വെറും 4 കിലോമീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.